കൂട്ടുകാരെ, ഞാൻ എത്തിട്ടോ, നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. അടുക്കള ജോലിയിൽ നിന്ന് നേരെ ഉമ്മറത്തേക്കാണ് ഉണ്ണിക്കുട്ടൻ പോയത്. ഉമ്മറത്തെ ചാരുകസാലയിൽ അച്ഛനുണ്ട്. പേപ്പർ വായന ഇനിയും കഴിഞ്ഞിട്ടില്ല. കുട്ടിയേട്ടൻ്റെ എഴുത്തും തീർന്നിട്ടില്ല. അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നാലോ എന്ന് ആലോചിച്ചു നിന്നു. കുറച്ചു മുമ്പ് അതിന് ശ്രമിച്ചിട്ട് സാധിച്ചില്ലല്ലോ. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല സ്വഭാവത്തിലല്ല ഇപ്പോഴെന്ന് അവന് തോന്നി. കുട്ടിയേട്ടൻ്റെ അടുത്ത് ചെന്ന് നിന്ന് 3-ാം പാഠപുസ്തകത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുവാൻ ശ്രമിച്ചപ്പോൾ കുട്ടിയേട്ടൻ പ്രതിഷേധിച്ച് പുസ്തകം വാങ്ങി സഞ്ചിയിൽ വെച്ചു. വേണമെങ്കിൽ കരയാം, തൽക്കാലം വേണ്ടെന്ന് വെച്ചു. വെറുതെ ബെഞ്ചിൽ കയറിയിരുന്നു. പുസ്തകം ഒന്ന് തൊട്ടപ്പോഴേക്കും കുട്ടിയേട്ടൻ അത് വാങ്ങി വെച്ചു. ഓ, എന്താണല്ലേ! ഇങ്ങനെ തുടങ്ങിയാണെങ്കിൽ ഒരു ദിവസം കുട്ടിയേട്ടൻ്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിക്കും, തീർച്ചയാണ്. രാവിലെ ചായ കഴിക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സ്ലേറ്റ് ഉമ്മറത്തെ ബെഞ്ചിൽ മേലാണല്ലോ കുട്ടിയേട്ടൻ വയ്ക്കുക. അപ്പോൾ ഉമ്മറത്താണെങ്കിൽ ആരും ഉണ്ടാകുകയുമില്ല. ആ സമയം നോക്കി ഉമ്മറത്ത് വന്ന് സ്ലേറ്റ് എടുത്ത് ഉമ്മറത്തെ ഒതുക്കു കല്ലിൽ വെച്ച് ഒരടി കൊടുക്കണം. കഷ്ണം കഷ്ണമായി തെറിച്ചു പോകാനൊന്നും പാടില്ല. സ്ലേറ്റ് പൊട്ടിയതിൻ്റെ വിടവ് നടുക്കു കാണണമെന്നു മാത്രം. എന്നിട്ട് സ്ലേറ്റ് ബെഞ്ചിന്മേൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഉമ്മറത്തു കൂടെ കിണറ്റിൻകരയിൽ വന്ന് അടുക്കളക്കോലായിൽ കയറി അടുക്കളയിലേക്ക് കടക്കുക. ഉമ്മറത്ത് നിന്ന് വരികയാണെന്നാണ് ആർക്കും തോന്നുക. സംശയം തോന്നുകയില്ല. ഒരു ദിവസം അതുണ്ടാകും. കുട്ടിയേട്ടന് താൻ ബെഞ്ചിലിരിക്കുന്നു എന്ന ഭാവം തന്നെയില്ല. വേണ്ട, താൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയി കളയാം. ഉണ്ണിക്കുട്ടൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഉമ്മറക്കോലായിൽ വന്നു നിന്നു. മുറ്റത്തേക്ക് നോക്കി. മുറ്റത്ത് ആരുമില്ല. കുടമണി കെട്ടിയ ആട്ടിൻകുട്ടി ചാടി കളിച്ചാലേ മുറ്റം കാണാൻ ഭംഗിയുള്ളൂ. ആട്ടിൻകാട്ടം മുറ്റത്ത് അവിടെ എവിടെയായി ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. എല്ലാം ആട്ടിൻകുട്ടിയുടേതാകും, തള്ളയാടിൻ്റേതാവില്ല. ചെറിയൊരു ടിന്ന് കിട്ടിയാൽ ആട്ടിൻകാട്ടം എല്ലാം പെറുക്കി ടിന്നിലിട്ട് ആ ടിന്നും കുലുക്കിക്കൊണ്ട് നടക്കാം. ഒരു ടിന്ന് എവിടെ നിന്ന് കിട്ടാനാണ്? കുട്ടനായർ ചുണ്ണാമ്പിട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടിന്നിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ടിന്നാണ് കിട്ടേണ്ടത്. ഒരു സിഗരറ്റ് ടിൻ കിട്ടിയാൽ ധാരാളമാണ്. പക്ഷേ കിട്ടണ്ടേ? ടിന്നിൻ്റെ കാര്യം തൽക്കാലം ആലോചിക്കേണ്ട. ആട്ടിൻകൂട് തുറന്ന് ആട്ടിൻകുട്ടിയെ മുറ്റത്തേക്ക് കൊണ്ടുവന്നാലോ? അതിന് പ്രയാസമാണ്. ആട്ടിൻകൂട് തുറക്കാം, ആട്ടിൻകുട്ടിയെ അഴിച്ചുവിടാൻ വയ്യ. അഴിച്ചുവിടാതെ ആട്ടിൻകുട്ടി എങ്ങനെയാണ് മുറ്റത്തേക്ക് വരിക? പെട്ടെന്ന് അടുക്കൽ നിന്ന് പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ട് നോക്കി. 3 പട്ടികളുണ്ട്. 2 പട്ടികൾ ചേർന്ന് 3-ാമത്തെ പട്ടിയെ ഇട്ട് വിരട്ടുകയാണ്. 3-ാമത്തെ പട്ടി കുരയ്ക്കുകയല്ല, പല്ലിളിച്ച് കാട്ടുകയാണെന്നാണ് പറയേണ്ടത്.